നമസ്കാരം. വാർത്തയിൽ നിന്ന് തുടങ്ങുന്നു പ്രധാന തലക്കെട്ടുകൾ. സിമി നിരോധനം 5 വർഷത്തേക്ക് നീട്ടി കേന്ദ്രം. തീവ്രവാദത്തോട് സന്ധിയില്ല എന്ന് അമിത്ഷാ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ സമാപനം. ബീറ്റിംഗ് റിട്രീറ്റ് ഡൽഹിയിൽ. മുഖ്യാതിഥിയായി രാഷ്ട്രപതി. നന്ദിപ്രമേയ ചർച്ച. ഗവർണർക്കെതിരെ ആയുധമാക്കി ഭരണപക്ഷ എംഎൽഎമാർ. പക്വതയില്ലെന്ന് കെ ശൈലജ. ഗവർണർ പദവിയെ വേണ്ടെന്ന് ഇ ചന്ദ്രശേഖരൻ. സിആർപിഎഫ് സുരക്ഷയിൽ കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. കെപിസിസി ജാഥയ്ക്ക് വേണ്ടി സഭാ സമ്മേളനം പുനഃക്രമീകരിച്ച് സഹകരിക്കണമെന്ന് വി ഡി സതീശൻ. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്ന് മുഖ്യമന്ത്രി. സമ്മേളനം വെട്ടിച്ചുരുക്കി. ക്ഷേമ പെൻഷനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ആത്മഹത്യ ചെയ്ത ജോസഫിന് ഡിസംബറിലും പെൻഷൻ ലഭിച്ചുവെന്ന് ധനമന്ത്രി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലെന്ന് വി ഡി സതീശൻ. ആത്മഹത്യ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. വിലക്കയറ്റത്തിനെതിരായ മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൽ മുറവിളി. ചാഴിക്കാടിന് വിജയ സാധ്യതയില്ലെന്ന് PM മാത്യു. ചുവരെഴുതി തുടങ്ങി ജോസഫ് വിഭാഗം. ഇടുക്കി സീറ്റിനായി LDF-ൽ ജോസ് കെ മാണി പക്ഷം. ലാലു പ്രസാദ് യാദവ് ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ, ജോലിക്ക് ഭൂമി കോഴ കേസിൽ BJPയെ എതിർക്കുന്നവർക്ക് ഇഡിയുടെ ക്ഷണക്കത്ത് ലഭിക്കുമെന്ന് മിസ ഭാരതി. ലാലു അഴിമതിക്കാരനെന്ന് സാമ്രാട്ട് ചൌധരി. ഹേമന്ത് സോറന്റെ വസതിയിൽ ഇഡി പരിശോധന. अगर आप पालन करते हैं तो मैं नहीं मानता हूं कि पेरेंट्स को या टीचर्स को इस प्रकार की ट्रस्ट डेफिसिट की स्थिति पैदा होगी, आपके प्रति अविश्वास का कारण बनेगा। उसी प्रकार से मां बाप को भी सोचना चाहिए। പരീക്ഷാ പേ ചർച്ചയിൽ രാജ്യത്തെ വിദ്യാർത്ഥികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി. പരീക്ഷാ പേടിയെ മനഃശക്തി കൊണ്ട് മറികടക്കണമെന്ന് നരേന്ദ്രമോദി. പരിപാടിയുടെ അവതാരകയായി കോഴിക്കോട് സ്വദേശിനി മേഘ്ന. കാസർഗോഡ് 10ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയിൽ നടപടി. 2 പേർ അറസ്റ്റിൽ. പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവെപ്പ്. മാനേജർക്ക് വെടിയേറ്റു. 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. തീവ്രവാദ സംഘടനയായ സിമിയുടെ നിരോധനം നീട്ടി. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. UAPA നിയമപ്രകാരമാണ് നടപടി. തീവ്രവാദത്തോട് സന്ധിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. സിമിയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2019 ഏറ്റവും ഒടുവിൽ സിമി നിരോധനം നീട്ടിയത്. അന്ന് 5 വർഷത്തേക്ക് നീട്ടുന്നതിന് മുമ്പ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ പെറ്റീഷന് മറുപടിയായി കേന്ദ്ര സർക്കാർ അന്ന് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. അതായത് അതിൽ ചൂണ്ടിക്കാണിച്ചത് സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന 58ഓളം കേസുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പട്ടികപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 2001 ആദ്യം
ആദ്യമായി സിമി രാജ്യത്ത് നിരോധിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ നിരവധി തവണ പല പേരുകളിലായി ഒപ്പം തന്നെ ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇവർ ഒത്തുകൂടിയിട്ടുണ്ട്. കൂടാതെ വിധ്വംസക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന നടത്തുക, വെടിക്കോപ്പുകൾ സമാഹരിക്കുക, ആയുധങ്ങൾ, കൃത്യമായ അന്വേഷണത്തിലുള്ള കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 5 വർഷത്തെ കൂടെ നിരോധനം തുടരട്ടെ എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള കേന്ദ്ര നിലപാട് ശരിവെക്കുന്നതായിരുന്നു സുപ്രീം കോടതി ഭാഗത്തും വരികയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം 2019 ജനുവരി 31 ഏറ്റവും ഒടുവിൽ ഈ ഒരു നിരോധനം നീട്ടിയത്. അത് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടി സുപ്രീം കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 5 വർഷത്തെ കൂടി സിമി നിരോധനം നീട്ടുക എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകൾ സിമിയുമായി ബന്ധപ്പെട്ട അത് പട്ടികപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഉള്ളത് 2001 ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. പിന്നീട് ബംഗളൂരു സ്ഫോടന കേസ്, ഹൈദരാബാദിലെ സ്ഫോടന കേസ്, 2014 ഭോപ്പാലിലെ ജയിൽ തകർക്കൽ, 2014 തന്നെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും 2017 ബോധ്ഗയയിലും ഉണ്ടായ ആക്രമണങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ഈ കേന്ദ്രത്തിന്റെ പട്ടിക. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു സിമിയെ 5 വർഷത്തെ കൂടി നിരോധിക്കണം എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുകയും ചെയ്തു. UAP നിയമപ്രകാരമാണ് നിലവിലും സിമിയെ 5 വർഷത്തെ കൂടി രാജ്യത്ത് നിരോധിക്കാനുള്ള തീരുമാനം. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തുടനീളം ഇപ്പോഴും പല പേരുകളിലായി സിമി പ്രവർത്തകർ ഒത്തുകൂടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് വേണ്ടി സന്ധിയില്ലാതെ പോരാടാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിന് എതിരെ ഒരു തരത്തിലും യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമാപന ചടങ്ങായ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് നടക്കുകയാണ്. തത്സമയ സംരക്ഷണം.
കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇത് നിങ്ങളുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷം. നന്ദിപ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ഇ ചന്ദ്രശേഖരൻ ഗവർണർ പദവി തന്നെ വേണ്ടെന്ന CPI നിലപാട് സഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് നന്ദിപ്രമേയ ചർച്ച നടന്നത്. നയപ്രഖ്യാപനം കേവലം ചടങ്ങു മാത്രമാക്കി മാറ്റിയ ഗവർണർക്കെതിരെയുള്ള ഭരണപക്ഷത്തിന്റെ അമർഷം വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയാണെന്ന് സഭയിൽ നടന്നത്. ഇ ചന്ദ്രശേഖരനാണ് നന്ദിപ്രമേയം അവതരിപ്പിച്ചത്. തുറന്നു നടത്തിയ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം അദ്ദേഹം ഗവർണർക്കെതിരെ ഉന്നയിച്ചു. എങ്ങനെയാണ് ഗവർണറോട് നന്ദി പറയുമെന്ന് എന്നാണ് അദ്ദേഹം പ്രധാനമായും ചോദിച്ചത്. മാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ കൊളോണിയൽ ശേഷിപ്പാണ് എന്ന CPI നിലപാട് പറഞ്ഞുകൊണ്ട് ഗവർണർ പദവി ഇല്ലാതാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന ആവശ്യം CPIയുടെ നിലപാട് കൂടി ഇ ചന്ദ്രശേഖരൻ സഭയിൽ മുന്നോട്ട് വച്ചു. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സർ രേഖപ്പെടുത്താനുള്ളത്. ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിച്ച രീതിക്കെതിരെ പ്രതിഷേധമുയരണമെന്നാണ് KK ശൈലജ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ഗവർണർ ആ നന്ദിപ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദിപ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള ഗവർണറോടുമാണ്. P. ബാലചന്ദ്രനും KV സുമേഷും അടക്കമുള്ള CPI നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. CPIയുടെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ് KV സുമേഷ് പ്രസംഗിച്ചത്. പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് ശേഷമാണ് സഭയിൽ നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. എങ്കിലും ഗവർണർക്കെതിരെ ഭരണപക്ഷം നന്ദി പറയുന്നതിന് പകരം രൂക്ഷ വിമർശനങ്ങളാണ് മൊത്തത്തിൽ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉയർന്നു കേട്ടത്. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാലല്ല എന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ഒരു വർഷത്തിനിടയിൽ ജോസഫ് 52,400 രൂപ പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷം ആയുധമാക്കി. ആത്മഹത്യയ്ക്ക് കാരണം പെൻഷൻ അല്ല എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MLA മാർ സഭ ബഹിഷ്കരിച്ച് കവാടത്തിൽ കുത്തിയിരുന്നു. പെൻഷൻ കിട്ടാതെ ജീവനൊടുക്കിയ സംഭവത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയെന്ന് ജില്ലാ കളക്ടർ. മരിച്ചയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കളക്ടർ അറിയിച്ചു. കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കം. സഭാ സമ്മേളനം എന്നിവരെ ചേരണമെന്ന ചർച്ചയ്ക്കിടെയായിരുന്നു തർക്കം. ജാഥ നടക്കുന്നതുകൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി 15-ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 27-നാണ് തെരഞ്ഞെടുപ്പ്. 15 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 56 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, മൻസുഖ് മാണ്ഡവ്യ, നാരായൺ റാണെ, പർഷോത്തം രൂപാല, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് 10ഉം മഹാരാഷ്ട്രയിൽ 6ഉം സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. ഭരണമാറ്റമുണ്ടായ രാജസ്ഥാൻ, കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്നും ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വില വർധനവിൽ പ്രതിഷേധിച്ച് കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം VD സതീശൻ ഉദ്ഘാടനം ചെയ്തു.
സർക്കാർ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ചുവെന്ന് വി.ഡി. സതീശൻ. അരിവില വർധനവും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ജെബി മേത്തർ എം.പി. പറഞ്ഞു. കാലിക്കലങ്ങൾ റോഡിലെറിഞ്ഞ് പൊട്ടിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ മ്യൂസിക് ലോഞ്ച് കൊച്ചിയിൽ നടന്നു. ദിലീപും നമിത പ്രമോദും ചേർന്നാണ് മ്യൂസിക് ലോഞ്ച് ചെയ്തത്. ചിത്രം ഫെബ്രുവരി 23 തിയേറ്ററുകളിലെത്തും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കോട്ടയം നസീർ, സംവിധായകൻ റാഫി, പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാം 5770, പവന് 46,160 രൂപ. സ്വർണം 18 ക്യാരറ്റിന്റെ ഗ്രാമിന് 4780, പവന് 38,240 രൂപയും. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു വാർത്തയിലേത്. നമസ്കാരം. ഈ പരിപാടി